മലപ്പുറം പള്ളിപ്പുറത്തു നിന്ന് വിവാഹത്തിന് 4 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ കോടതി വീട്ടുകാർക്കൊപ്പം വിട്ടു. ഇന്നലെ ഉച്ചയോടെ ഊട്ടിയിൽ നിന്ന് വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്തിയിരുന്നു. വിഷ്ണുജിത്തിനെ ഇന്നലെ രാത്രി തന്നെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നാടുവിട്ടത് എന്ന് വിഷ്ണുജിത്ത് പോലീസിന് മൊഴി നൽകി. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് എന്ന് പറയുമ്പോഴും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിഷ്ണുജിത്ത് ഇതുപോലെ അപ്രത്യക്ഷനായത്. പ്രതിശ്രുത വധു, ഒപ്പമുള്ള ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് പേരെ മുൾമുനയിൽ നിർത്തി ആശങ്കയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു തിരോധാനം ആവശ്യമായിരുന്നു. പോലീസ് അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മളെല്ലാവരും ഈ ആകാംക്ഷയോടെയും ആശങ്കയോടെയും ഒക്കെ കാത്തു നിന്ന ഒരു സംഭവമായിരുന്നു. വിഷ്ണുജിത്തിനെ കാണാതായ ആറാം ദിവസമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് പോലീസ്. അപ്പോൾ തന്നെ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. മോത്തി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കാം ഇത്തരത്തിലൊരു തിരോധാനത്തിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും ക്രിമിനൽ കേസുകൾ വിഷ്ണുജിത്തിന്റെ പേരിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോഴും എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒറ്റയൊരു കാര്യത്തിൽ മാത്രമാണ്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിലൊരു മാറി നിൽക്കലിലേക്ക് വിഷ്ണുജിത്തിനെ എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ പല ചോദ്യങ്ങളും വരുന്നത് ഈ പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷെ 4 വർഷമായി ഉണ്ടായിരുന്ന ബന്ധമാണ്. അവർ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതായി ആർക്കും അറിയില്ല, പെൺകുട്ടിയും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ വിഷ്ണുജിത്തിനെ കാണാതായപ്പോൾ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അപ്പോൾ പോലീസ് പറയുന്നത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതായത് വിഷ്ണുജിത്ത് ഈ 1 ലക്ഷം രൂപ സംഘടിപ്പിക്കാനാണ് ഈ പാലക്കാടേക്ക് പോയത്. അവിടെ നിന്ന് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. പക്ഷെ ഇത് വിവാഹത്തിന് ചെയ്യുമോ എന്നുള്ളൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനിടെ ബസ്സിൽ വെച്ച് 50,000 രൂപ പോക്കറ്റ് അടിച്ചു പോവുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പണം നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ ആകെ മനോവിഷമത്തിലായി. ഇനി എന്ത് എന്നൊരു ചോദ്യം മുന്നോട്ടുണ്ടായി. അങ്ങനെ മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും വീട്ടുകാരുടെ വലിയൊരു ആശങ്കയായിരുന്നു, 6 ദിവസം നീണ്ടുന്ന ആശങ്കയായിരുന്നു. അതിന് വിരാമമായി എന്നുള്ളതാണ് ഇന്നലെ വന്ന വാർത്ത. ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത. എന്തായാലും ശരി.